ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ പറയുന്നത് നമുക്ക് ഗ്രാനി ചാപ്റ്റർ 2 ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അതേതാണ് കളിക്കാൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഡേ 1 ആയിട്ടുണ്ട്. അത് നമുക്ക് നേരെ ഗെയിമിലോട്ടേക്ക് പോകാം. യെസ്, ഫസ്റ്റ് നമുക്ക് ഇവിടെ എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കണം, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പം നമുക്ക് പോയി നോക്കാം. ഒന്നുമില്ല, അടിപൊളി. അപ്പം നമുക്കിനി സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഗ്രാൻഡിനെയും ഗ്രാൻഡ് പെന്നെയും വിളിക്കാം. ഒന്നല്ലെങ്കിൽ ലമ്മച്ചി ലപ്പാപ്പൻ. നമ്മൾ ലമ്മച്ചി ലപ്പാപ്പൻ എന്നാണ് പറയാറ്. ഗ്രാനി 1 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്, ഞാൻ ഗ്രാനി 2 കളിക്കുമെന്ന്. അതിൽ ഗ്രാനിൻ്റെ കെട്ടിയവനും കൂടെ ഉണ്ടാവുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം വരും. കളവനും കളവയൊക്കെ അവിടെ പോയി കാണാനില്ല രണ്ടുപേരും. വന്നല്ല, അടുത്ത ആളും കൂടെ അവിടെ. വരൂ അപ്പോപ്പാ വാ. എന്താ വരാത്ത? അയ്യോ, ഇയാള് വരില്ലേ? ഷടാ, അതാ വന്നു. മെല്ലെ നടന്ന് വരികയാണ് കൂട്ടൻ. കൊണ്ട് പോണു ഗൈസ്. പോപ്പൻ നമ്മളെ കണ്ടില്ല. ഗ്രാൻഡ് നമ്മളെ വെട്ടിച്ചേ. യെസ്, നമുക്ക് അവിടെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കണം. അവിടെ ഗ്രാൻഡ് നമ്മുടെ പിന്നാലെ തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അതിന് മുമ്പ് നമ്മൾ എവിടെയെങ്കിലും കോൾ ചെയ്യണം. ഓക്കെ, ഇവിടെ ആകുമ്പോൾ നമ്മൾ സേഫാണ് ഗൈസ്. ഓക്കെ, നമ്മൾ സേഫാണ്. ഗ്രാനി വന്നോ? നമുക്കിവിടെ ഒന്ന് തട്ടി നോക്കാം ഗൈസ്. എന്താണ് ഇവിടെ? ഓ മൈ ഗാഡ്, നമുക്ക് ഹെലികോപ്റ്റർ കീ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഹെലികോപ്റ്റർ കീ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മൾ ഏതെങ്കിലും ഒരു എസ്കേപ്പ് ചെയ്യും ഗൈസ്. ഇതിൽ 2 എസ്കേപ്പ് ഉണ്ട്. ഏതെങ്കിലും ഒരു എസ്കേപ്പ് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഹെലികോപ്റ്റർ കീ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഹെലികോപ്റ്റർ കീ ഇവിടെ ഇടാം. അപ്പോൾ ഇവിടെ ഇടാനകത്ത് സൗണ്ട് കേൾക്കില്ല തോന്നണം. അയ്യോ, സൗണ്ട് കേട്ടു ഗൈസ്, സൗണ്ട് കേട്ടു. ദൈവമേ, ഗ്രാനി ഇവിടെ ആരുമില്ല. ബെഡിൻ്റെ മുകളിലിട്ട സൗണ്ട് കേൾക്കില്ല. പക്ഷെ എന്താ ഞാൻ ഇട്ടത്, പക്ഷെ താഴെയാണ് ഇട്ട് പോയത്. അതാണ് പ്രശ്നമായത്. അത് കുഴപ്പമില്ല, അറിയാണ്ടായപ്പോഴല്ലേ. ആൻ്റെയും തെറ്റില്ലേ. ഇപ്പം ഈ സൗണ്ട് കേട്ട് ഗ്രാനി ഇങ്ങോട്ട് വരും തോന്നണു അല്ലേ? ഇങ്ങോട്ട് വരും. അതന്നെ, ഇങ്ങോട്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇവിടെ പോവും, ഗ്രാനി അങ്ങോട്ട് പോവും. ഞാൻ പിന്നെ എന്ത് ചെയ്യും? പിന്നെയും ഞാൻ പെടും. എന്താല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇവിടെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, അടിപൊളി. ഹായ് ഗ്രാനി. നിങ്ങൾ അപ്പോപ്പൻ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഗൈസ്? അമ്മമ്മ പിയാനോ വായിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഗൈസ്? നിങ്ങൾ കാണാത്തവർ ഈ വീഡിയോ കാണൂ കേട്ടോ. ഈ വീഡിയോ ഫുള്ളായിട്ടും കാണാം. ഓക്കെ ഗൈസ്, നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ. നിങ്ങൾ ലൈക്ക് ചെയ്യണില്ല. നിങ്ങൾ കുറച്ച് ഇരുന്നു ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. പുതിയതായിട്ട് കാണുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ, ഗ്രാനി ഇതാ പോവാണെന്ന് തോന്നുന്നു. യെസ്, ഗ്രാനി പോയിട്ട് വേണം നമുക്ക് താഴെയും മുകളിലും എല്ലാവിടെയും സെർച്ച് ചെയ്ത് നോക്കാൻ. ഓക്കെ, അപ്പോപ്പൻ അവിടെ
കച്ചേരി നടത്താൻ പോവാണ് തോന്നണം അപ്പൂപ്പൻ. കണ്ണാപ്പി കച്ചേരി, ആ കച്ചേരിയല്ല, അപ്പൂപ്പൻ്റെ കച്ചേരി. അയാളിപ്പോൾ പോവാണ് തോന്നണു അല്ലേ? യെസ്, നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ്. ആർക്കും നമ്മൾ പിടിക്കാൻ പറ്റില്ല ഗൈസ്. അവർക്ക് എന്താ വെച്ചാൽ വയസ്സായില്ലേ, അത് തന്നെ അവർക്ക് നമ്മളെ പിടിക്കാൻ പറ്റില്ല. എവിടെ പോകണം? സെക്യൂരിറ്റി റൂമിലാണ് പോകണം തോന്നുന്നു കേട്ടോ. അപ്പാപ്പന് ഭയങ്കര ബുദ്ധിയാണ് ഗൈസ്. സെക്യൂരിറ്റി റൂമിലൊക്കെ പോവാണ്. ഞാനിനി അടുക്കളയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം, പലതും കിട്ടിയാലോ. ഇവിടെ ഒന്നുമില്ല, അടിപൊളി. ഒന്നുമില്ല. ഗ്യാസ്, ഇവിടെ ഗ്യാസുലിനും കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതാ ഗ്രാനി. എൻ്റെ ദൈവമേ, എന്ത് സ്പീഡാണ് ഈ തള്ളക്ക്, പെട്ടെന്ന് വന്നോന്ന്. ഭയങ്കര സ്പീഡ് ഗ്രാനിക്ക്. ഓക്കെ, നമ്മളെ കാണാൻ നേരത്ത് മാത്രമേ ഈ ഗ്രാനി ഇങ്ങനെ സ്പീഡായിട്ട് വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പ്രാഞ്ച് മെല്ലെ പോളൂ. വേണ്ട, അപ്പം പോണണ്ട. ഗ്രാനി ഇപ്പം പോണം നോക്ക്, വേണ്ട, രണ്ടുപേരും മെല്ലെ പോളൂ. നമ്മളൊക്കെ കണ്ടുവച്ച് ഒക്കെ തലമണ്ട അടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വേഗം വരും, ഓട്ട മത്സരം പോലെ രണ്ടും കൂടെ. അതാണ്. ഓക്കെ, രണ്ടുപേരും മാനേജ് ചെയ്യാൻ നല്ല പാടാണ് ഗൈസ്, ഞാൻ ഇപ്പോഴേ പറയണം. അതാണ് എന്തായാലും ഞാൻ എസ്കേപ്പ് ആവുന്ന എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ആ സ്പാർക്ക് പ്ലഗ് ഇവിടെ കിടക്കട്ടെ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഹാൻഡ് വീൽ. ഓക്കെ, അവിടെ പോകാണ്ട് ഇവിടെ പോ. വരൂ ഗ്രാനിങ്ങാനും. ഗ്രാനി, ഹൗ ആർ യു? വാട്ട് ആർ യു ഗ്രാനി? ഗ്രാനി നമ്മൾ തലമണ്ട അടിച്ച് പൊട്ടിക്കും. ഇതിൽ ഞാൻ ഡേ 5 വരെ കൊണ്ടുപോയതിന് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഗൈസ്. എന്തുകൊണ്ടാ വെച്ചാൽ അത്രയും പാടാണ് ഇങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടി, അത്രയും പാടാണ്. യെസ്, എനിക്കറിയാവുന്നു. അപ്പം നമ്മളെ കൊന്നു, അപ്പം കൊന്നു. ഇനി ഡേ 2 നമുക്ക് നോക്കാം എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന്. ഓക്കെ, ഡേ 2 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് നമ്മുടെ പഴയ ട്രിക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് അപ്പാപ്പനെ വിളിച്ചു വരുത്താം. അപ്പാപ്പനെയും അമ്മൂമ്മനെയും സൗണ്ട് ഉണ്ടാക്കൂ. ടക്ക് 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 പറഞ്ഞ പോലെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ അപ്പാപ്പനെയും അമ്മൂമ്മനെയും ആകർഷിക്കാം ഗൈസ്, ആകർഷിക്കാം. ഇപ്പം വരും. ഇയാൾക്ക് ചെവി കേൾക്കില്ല പറഞ്ഞിട്ട് ഇയാളാണ് ആദ്യം വരാറ് എപ്പോഴും. എന്താ സംഭവം എന്നറിയില്ല. അമ്മൂമ്മയും കൂടെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ എന്താ ചെയ്യാം, പോയി ഇവിടെ സമാധാനത്തിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ ഒന്നുമില്ല ഗൈസ്. നമുക്ക് ഹെലികോപ്റ്റർ ഇമാനുവൽ കിട്ടി ഗൈസ്. നമുക്ക് ചിലപ്പോൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യാനായിരിക്കും ഇവിടെ ഭാഗ്യം. നമ്മൾ കൊച്ചുമോൻ്റെ അവിടെ പോയി നോക്കിയിട്ടില്ല ഗൈസ്. അവിടെ നമുക്ക് നോക്കണം. തുറക്ക്. എന്തെങ്കിലും ഐ തിങ്ക് എന്തെങ്കിലും ഉണ്ടോ? കക്കൂസിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ ഗ്ലാസ് ഫ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വെപ്പൺ കീ വേണം നമുക്ക്. അതിനിടെ വെപ്പൺ കീ വേണം. വെപ്പൺ കീ ആവശ്യമുണ്ട് ഗേൾസ്. നമുക്ക് വെപ്പൺ കീ ആവശ്യമുണ്ട്. നമുക്ക് സ്റ്റൺ ഗണ്ണ് കിട്ടുമായിരുന്നെങ്കിൽ അടിപൊളി ഗേൾസ്. നമുക്ക് സ്റ്റൺ ഗൺ കിട്ടി. വാട്സാപ്പ് നമ്മളിവിടെ നേരത്തെ വന്ന് ചെയ്യായിരുന്നെങ്കിൽ നമ്മൾ ഡേ 2 പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമുക്ക് സ്റ്റൺ ഗൺ എടുത്തിട്ട് പോവാം. ഷൂട്ട് ചെയ്യണ്ടേ? യെസ് ഗ്രാനി.
ഹായ് ഗ്രാനി. അത് ഗ്രാനി ഇവിടെ ഉണ്ട് ഗൈസ്. ഗ്രാനിനെ ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഉണ്ടെടുക്ക്. വേഗം വേഗം, സ്പീഡ് സ്പീഡ്. യെസ്. അപ്പോപ്പനോടെ അപ്പോപ്പനോടെ അപ്പോപ്പൻ, where are you അപ്പോപ്പൻ? അപ്സ് എവിടെ പോയി ഗൈസ്? അപ്സിനെ കാണാനില്ല. നമുക്ക് അപ്പോപ്പൻ്റെ പാട്ട് വയ്ക്കാം. പാട്ട് വെച്ചിട്ട് അപ്പോപ്പൻ അല്ല, പാട്ട് വയ്ക്കുമ്പോൾ വരും അപ്പോപ്പൻ. പക്ഷെ ക്ലവനെ കാണാനില്ല ഗൈസ്. അപ്പോപ്പനെ കാണാനില്ല. എവിടെ പോയി? Where are you grandpa? ഇതില്ലേ ഗ്രാനിൻ്റെ വീടല്ല ഗൈസ്, ഇത് ഗ്രാൻഡ്പ്പൻ്റെ വീടാണ്. അത് നിങ്ങൾക്ക് അറിയാമോ? അറിയാത്തവർക്ക് ഞാൻ പറയുന്നത്, അത് ഗ്രാൻഡ്പ്പൻ്റെ വീടാണ് ഗൈസ്, ഗ്രാനിൻ്റെ അല്ല. ഇപ്പം എന്തായാലും ഗ്രാനി എണീക്കാനും കൂടെ സമയമായിട്ടുണ്ടാവും. 2 മിനിറ്റ് അല്ല അബൌട്ട് ഉണ്ടാവുള്ളൂ. നമുക്കൊന്ന് സെർച്ച് ചെയ്യാനും പറ്റിയിട്ടില്ല. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് 2 മിനിറ്റത്തേക്ക് മുകളിലോട്ടേക്ക് പറപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ. അപ്പം നമുക്ക് നേരെ ഗ്രാനി, ഗ്രാൻഡ്പാ, കം ഓൺ. ഓക്കെ ഗ്രാനി, ലമ്മേ ലമ്മച്ചി. അതാ ലപ്പാപ്പം പോണ്. ഇയാളെങ്ങോട്ടാ പോണ? ഓ സൗണ്ട് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല ഗൈസ്. ഇയാളിവിടെ വരുമൊന്നുമില്ല. ഇയാൾക്ക് സൗണ്ട് ചെവി കേൾക്കില്ല ഗൈസ്. ഇയാൾക്ക് വിട്. ഓക്കെ, ഇപ്പം എന്തായാലും നമ്മുടെ ലമ്മ എണീക്കാൻ സമയമായിട്ടുണ്ടാവും. ലമ്മച്ചി അല്ലെങ്കിൽ അമ്മമ്മ അല്ലെങ്കിൽ ഗ്രാനി എണീക്കാൻ സമയമായിട്ടുണ്ടാവും ഗൈസ്. അപ്പം എന്തായാലും വരും, പറഞ്ഞടിച്ചതുപോലെ വരും സൗണ്ട് കേട്ടിട്ട്. എവിടെ പോയി? കാണാനില്ല അനിയും. ഇവിടെ വെച്ചാലൊന്നും ഇത് വീടില്ല കേട്ടോ. അടിപൊളിയ സാധനമാണ്. ഇങ്ങനത്തെ സാധനത്തിലൊക്കെ നമ്മൾ വെച്ച വീടിലാണ് പഴയ സാധാരണ ഇത്. കേസതാ ഗ്രാനി. അയ്യോ എടാ, എൻ്റെ ഗണ്ണ് ഷൂട്ട് ചെയ്ത് പോയി ഗൈസ്. അവിടെ പോയി കുടുങ്ങി. ഓ പോ അമ്മൂമ്മ, പോ, എവിടെയെങ്കിലൊക്കെ പോ. ഞാൻ പോയി എടുക്കട്ടെ. പോ അമ്മമ്മ. എവിടേക്ക് പോണ്? സെക്യൂരിറ്റി റൂമിൽ പോവാണെങ്കിൽ പിടിഞ്ഞാണ്. ചുമൻ്റെയോട് സംസാരിക്കാൻ പോണി. ചുമൻ്റെ അടുത്ത് എന്താ അമ്മമ്മേ? ചുമൻ്റെ അടുത്ത് ഹായ് പറയാൻ വേണ്ടി പോകണമെന്ന് തോന്നുന്നു. ചുമൻ്റെ അടുത്ത കാര്യങ്ങൾ സംസാരിക്കൂ ഗൈസ്. നിങ്ങൾ പറയൂ. ഞാൻ എൻ്റെ ഗണ്ണിൻ്റെ ഉണ്ട എടുക്കാൻ പോട്ടെ. ലെറ്റ്സ് ഗോ. ട്രാപ്പിടും ഇല്ല ഗൈസ്. ഇത് എന്തൊരു കഷ്ടമാണ്. അവിടെ പോയി വെച്ച അമ്മാമ, ഇവിടെ വന്ന് വെച്ച അപ്പോപ്പൻ. അയ്യോ അമ്മാമ്മ എങ്ങോട്ടാ പോണ? അപ്പോപ്പൻ ഇങ്ങോട്ട് തന്നെ. ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സംസാരിച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേരും അവിടെ ഇവിടെയും പോയി. അപ്പാപ്പൻ എവിടേക്ക് പോകണം? അപ്പാപ്പൻ എപ്പോഴും സെക്യൂരിറ്റി റൂമിൽ തന്നെയാണ് തോന്നുന്നത് ഇരിപ്പ്. ഇനി അപ്പാപ്പന് ചുമൻ്റെ അടുത്തൊക്കെ സംസാരിക്കാൻ പോകണോ? അപ്പാപ്പൻ ചുമൻ്റെ അടുത്ത് സംസാരിക്കാൻ പോവാ? അതെ ഗൈസ്, അപ്പാപ്പന് ഇങ്ങനത്തെ അസുഖമുണ്ട് കേട്ടോ, ചുമൻ്റെ അടുത്ത് സംസാരിക്കുന്ന അസുഖം. യെസ്, ഇതാണ് നമുക്ക് പറ്റിയ അവസരം തോന്നുന്നു. പോവാൻ പറ്റുമോ നമുക്ക്? അയ്യോ, കളവൻ തിരിച്ചിങ്ങോട്ട് വരുന്നല്ലോ. ഷടായി, കളവനെ കൊണ്ട് തോച്ചല്ലേ. നമുക്ക് വേഗം പോകണം. അപ്പോ ഒന്ന് വേഗം പോകൂ. ഈ പോവല് കണ്ടുണ്ടല്ലോ, എനിക്കൊരൊറ്റ അടി കൊടുക്കാൻ തോന്നി. അപ്പോവന് ഉണ്ടട് ഗ്ലിച്ചടിച്ചോ? ഓ മൈ ഗോഡ്, ഞാൻ പേടിച്ചു ഗൈസ്. ഗ്ലിച്ചടിച്ചു. ഓക്കെ, ആരാണവിടെ?
ഈ നമ്മുടെ ഗ്രാനിയാണല്ലോ. ഇവിടെ വാ ഗ്രാനി, ഇവിടെ 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 ഷൂട്ട് ചെയ്ത് കൊണ്ട് പോവോ? വിട്, ഇങ്ങോട്ട് വാ. തേവോ ഗ്രാൻഡ് കച്ചേരി നടത്താൻ പോകണം തോന്നുന്നു അല്ലേ? ഗ്രാൻഡ് ഇല്ലേ ഇതുപോലെ പറക്കണ ഗൈസ്. ഹായ് ഗ്രാനി. അയ്യോ ബുള്ളറ്റ് എടുത്തില്ല. അയ്യോ ഗൈസ്, ഗ്രാൻഡ് ഈ ചിത്രശലഭം പറക്കണ പോലത്തെ സ്റ്റെപ്പാണ് ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്. ഗ്രാൻഡ്പയ്ക്ക് നല്ല കഴിവുണ്ട്. ഗ്രാൻഡ്പ ചിലപ്പോൾ ഡിസ്കോ ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ടാവും ഗൈസ് ചെറുപ്പത്തിൽ. ഗ്രാനി ഞാൻ വിചാരിച്ചു ഗ്രാനിക്ക് ഒരു കഴിവുമില്ലാന്ന്. ഈ ഒരു വീഡിയോ അഥവാ അല്ലെങ്കിൽ ഈ ഒരു ഗെയിം കളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഗ്രാനിക്ക് ഒരു കഴിവുണ്ട്. ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഗ്രാനിക്ക് നല്ല കഴിവുണ്ട്. ആര് വന്ന് കഴിവില്ലാന്ന്? ഗ്രാനിക്ക് കഴിവൊക്കെ ഉണ്ട് കേട്ടോ ഗ്രാനിക്ക്. ഞാൻ നിങ്ങൾക്ക് ഗ്രാനിൻ്റെ കഴിവും കൂടെ ഞാൻ കാട്ടിത്തരാം ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും ഗ്രാനിൻ്റെ കഴിവ് തെളിയിപ്പിക്കുന്ന കണ്ട പിയാനോ വായിക്കും അടിപൊളിയായിട്ട് ഗ്രാനി. ഗൈസ് സീനാണ് ഗ്രാനി, പിയാനോ വായിക്കും. മനസ്സിലായോ? നമുക്കും കൂടെ വായിക്കാലോ. ഗ്രാനിക്ക് മാത്രമല്ല നമുക്കും നല്ല അടിപൊളി കഴിവൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്രഞ്ച് എടുക്കണോ? എപ്പടി ഇരിക്കുന്നത് ഗ്രാനിയുടെ കഴിവ്? അടിപൊളിയല്ല ഗ്രാനിൻ്റെ കഴിവ്? അപാരം തന്നെയാണ് ഗൈസ്, അപാരമാണ് അപാരം. ഓ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അല്ല പാപ്പൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സെക്യൂരിറ്റിക്ക് എടുക്കാൻ മറന്നുപോയി ഗൈസ്. നമുക്കിനി എന്ത് ചെയ്യാം? ഇനി എന്ത് സെക്യൂരിറ്റിക്ക് എടുത്ത ഞാൻ തുറന്നത്? കട്ടിലിട്ട് വെച്ച് നമുക്ക് സൗണ്ടൊന്നും കേൾക്കില്ല കേട്ടോ. അതെണ്ണം കൊള്ളാം. ഓക്കെ, ഇവിടെ വലുതുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, അവിടെ കിടക്കട്ടെ. റൂമിൻ്റെ പുറത്ത് കിടക്കട്ടെ. ഈ പീസ് ഓഫ് പിക്ചറും കൂടെ അവിടെ കിടന്നോ. എനിക്ക് എക്സാം അടുത്ത് തന്നെയാണ് കേസ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗെയിം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ കൊണ്ടുവരാം. എക്സാം ആവാറായില്ലേ, അപ്പോൾ പഠിക്കാനുള്ളത് തന്നെയാണ് കേട്ടോ ഞാൻ ഗെയിമൊന്നും കളിക്കാത്തത്. ഓക്കെ, നമുക്ക് കൊച്ചുമോൻ അടിച്ചിട്ടാലോ? ഇപ്പം അടിച്ചിട്ടുണ്ട. ഈ സാധനം നീരാളി വന്ന് നമ്മൾ പിടിക്കും. ഓക്കെ, അതിന് മുമ്പ് ഇവരെണീക്കാൻ സമയമായി തോന്നുന്നു അല്ലേ? നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ച അപ്പാപ്പനും അമ്മൂമ്മയും എല്ലാവരും എണീറ്റ് വരും ഗൈസ്. ഓക്കെ, അമ്മൂമ്മനെ അപ്പാപ്പനെ ഷൂട്ട് ചെയ്ത് 2 മിനിറ്റത്തേക്ക് അടക്കി നിർത്തിയതിന് ശേഷം നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമാധാനം ചെയ്യാമായിരുന്നു. ഇവിടെ ഇരുന്ന ഗ്ലാസ് ഫ്യൂസ് ഞാൻ മറന്നു പോയി ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഗ്ലാസ് ഫ്യൂസ് എടുക്കാം, പോവുക. അങ്ങനെ പോകണ്ട, ഇത് ഇവിടെ കൊണ്ടിടുക. ഓക്കെ, ആവശ്യം വരും നമുക്ക്. ഏത് എസ്കേപ്പാണ് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് അറിയില്ലല്ലോ. നമുക്ക് ഏതാണോ കൂടുതൽ അപ്പാപ്പൻ എണീറ്റു. അപ്പം തന്നെ അമ്മമ്മ എണീറ്റിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അല്ലേ? അമ്മമ്മ എണീക്കാൻ സമയമായിട്ടുണ്ടാവും ഗൈസ്. അമ്മമ്മ എണീക്കുന്നത് എൻ്റെ മോനെ. അമ്മമ്മ അങ്ങോട്ട് പോയിട്ടോ. നമുക്ക് വെള്ളം കളയാം ഗൈസ്, വെള്ളം കളയാം. ഇതെന്താ സംഭവം? അമ്മമ്മ ഇവിടെ എന്താ ചെയ്യണ്? എടാ കൊച്ചുമോന് ഫുഡ് കൊടുക്കണോ അമ്മമ്മ? എന്താ അമ്മമ്മ എന്താണല്ലേ? മീറ്റാണ് കൊടുക്കുന്നത് കൊച്ചുമോന്, മീറ്റ്. ഓക്കെ, നമുക്കിനി വേണ്ട നമുക്ക് ഫ്രഞ്ച് വെച്ച്
ഇത് തുറക്കാം ഗൈസ്, തുറക്കാം. ഇപ്പം വെള്ളമൊക്കെ അവിടുത്തെ വറ്റിയിട്ടുണ്ട്. അത് നമുക്ക് അപ്പാപ്പനും അമ്മമ്മയ്ക്ക് ഇട്ടൊരു പണി കൊടുക്കാം. അത് നേരെ നമുക്ക് പണിയാവാണ്ട് ഇരുന്നാൽ നല്ലതാവുമായിരുന്നു. അല്ലേ? അതെ. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യണം അല്ലേ? ഹായ് ഗ്രാനി. ഓക്കെ, ഷൂട്ട്. ഉണ്ടിട്. ഹായ് അപ്പാപ്പൻ, ഉണ്ടിട്. എന്ത് സ്മൂത്തായിട്ട് ഞാൻ 2 മിനിറ്റത്തേക്ക് മയക്കി ഗൈസ്. അത് അടിപൊളിയായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. സ്മൂത്തായിട്ട് ഞാൻ എടുത്തു എല്ലാത്തിനും. ഓക്കെ, സെക്യൂരിറ്റി എടുക്കൂ. സെക്യൂരിറ്റി കീ ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ അവൻ താലിമാല ഇടണ പോലെ ഇട്ട് നടക്കണ സെക്യൂരിറ്റി കീ. ഓക്കെ, പീസ് ഓഫ് എ പെയിൻറ്റിങ് അതവിടെ കിടക്കട്ടെ. നമുക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ ഇനി എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കണം. ഇനി നമുക്ക് സ്റ്റൺ ഗൺ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളെന്തായാലും താഴെ ഇറങ്ങും. അപ്പോൾ നമുക്ക് ആവശ്യം വരുന്നത് സ്റ്റൺ ഗണ്ണ്. അപ്പോൾ നമുക്ക് സ്റ്റൺ ഗണ്ണ് എടുക്കാം. ഓക്കെ, ഗ്ലാസ് ഫ്യൂസും കൂടെ നമുക്ക് എടുത്ത് അവിടെ ഇടാം ഗൈസ്. അവിടെ സെക്യൂരിറ്റി റൂമിൽ കൊണ്ടിടാം. സ്റ്റൺ ഗണ്ണ് അവിടെ ഇരുന്നത് അവിടെ ഉണ്ട്. പേടിക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി സെക്യൂരിറ്റി റൂമിൽ കൊണ്ട് സ്റ്റൺ ഗണ്ണ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റൺ ഗൺ എടുക്കാം. നേരെ പോയി സ്റ്റൺ ഗൺ എടുക്കാം. അല്ലെങ്കിൽ അവർ എണീറ്റ് വെച്ച് നമുക്ക് പണി കിട്ടും. ഓക്കെ, നമ്മൾ സ്റ്റൺ ഗൺ എടുത്തു. എണീക്കാൻ സമയമായോ? ഇല്ല. കൊച്ചുമോനൊരെണ്ണം കൊടുത്താൽ വേണ്ട, നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ കൊടുക്കാം ഗൈസ്. ഓക്കെ, ലാസ്റ്റ് ആകുമ്പോൾ ഏത് എസ്കേപ്പാണ് നമുക്ക് ആവാൻ പോകണം. നമുക്ക് ഒട്ടും ഒരു കാര്യത്തിൽ നമുക്ക് ഇതില്ല ഗൈസ്. ഓക്കെ, നമുക്കിനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് മോളിൽ പോയാലോ? ഹെലികോപ്റ്റർ കീ വേണ്ടേ? ഹെലികോപ്റ്റർ കീ ഞാൻ അവിടെ ഇട്ടു. തന്നെ ഹെലികോപ്റ്റർ കീ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് ഇവിടെ ഇടാം. എന്തായാലും ചിലപ്പോൾ നമ്മൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ ഏത് എസ്കേപ്പ് ആവും എനിക്കറിയില്ല. നമുക്ക് ബോട്ട് എസ്കേപ്പ് ചെയ്യാൻ നോക്കിയാലോ? കിട്ടുകയാണെങ്കിൽ കിട്ടി, പോവുകയാണെങ്കിൽ പോയി, അത്ര തന്നെ. ഓക്കെ, ബോട്ട് കീ കിട്ടി നമുക്ക്. ബോട്ട് സ്റ്റീറിംഗ് വീല് കിട്ടി, ബോട്ട് കീ കിട്ടി. പിന്നെന്താണ്? സ്പാർക്ക് പ്ലഗും കിട്ടി. നമുക്ക് ഗ്യാസ് ഉള്ളിലും കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നല്ലേ ഒരു സാധനം മാത്രം മിസ്സിങ് ആണ്. അത് പാർട്ട് ലോക്ക് ചെയ്യാണ്. ആ ലിവർ ഇതാക്കിയാൽ മാത്രം നമുക്ക് ആ ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. അതും പ്രശ്നമാണ് ഗായ്സ്, അതും പ്രശ്നമാണ്. വിട്. നമുക്കിനി എന്ത് ചെയ്യാം? ക്രോബാർ എടുത്ത് താഴെ ഇടാം. അത് താഴെ പോവില്ല തോന്നുന്നു അല്ലേ? ഇത്രയും ചെറിയ ഓട്ടയിൽ കൂടി ഈ സാധനമൊക്കെ എങ്ങനെ പോകാനാണ്? അടുത്ത് പോയി അത് പോയില്ല, അതവിടെ പോയി കിടക്കണം. അപ്പം ഇതെന്തായാലും പോവില്ല തോന്നുന്നു. എനിക്കൊരു വാശിയാണ് പോവില്ല വന്നത്. പോയിപ്പിച്ചിട്ട് ഞാൻ അടങ്ങുള്ളൂ, അതാണ് പ്രശ്നം. ഓക്കെ, വീണ്ടും അവിടെ പോയി ഇനി അവിടെ കിടന്നു. ലാസ്റ്റാണ് ഇത്. വീണ്ടും പോയാ ഒന്നും കൂടെ നോക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല, വിട്. നമ്മുടെ സ്റ്റൺ ഗൺ എടുക്ക്. അയ്യോ, താഴെ കൊന്നു ഗൈസ്. നമ്മൾ ചത്ത്. അവിടെ 3 ആവാൻ പോവാണ് ഗൈസ്. ഡേ 3 ആയി കഴിഞ്ഞു. പെട്ടെന്ന് അത് ഡേ 3 ആയിപ്പോയി. ഓക്കെ, നമുക്ക് പാല് തുറക്കൂ. അതൊക്കെ നമ്മുടെ സൗണ്ട് കേൾപ്പിക്കൂ.
ഗ്രാനി വരും. ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒളിഞ്ഞ് നിൽക്കുക, അങ്ങോട്ട് പോവുക, എസ്കേപ്പ് ആവാൻ പറ്റുമോ ഗൈസ്? ഞാൻ കിടന്ന് ഡെഡ് ആവല്ലാണ്ട് വേറെ ഒന്നും നടക്കണില്ല ഇവിടെ. അതാണ്. അപ്പം വന്നല്ലോ, അമ്മമ്മ കൂടെ വന്നിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു വേഗം. അമ്മംസ് വന്നല്ലോ. വനമാല നിങ്ങൾക്കൊക്കെ ഇട്ടിട്ടൊരു പണിയുണ്ട്. ഒരു 3-2 മുടിയും വെച്ചിട്ട് കിടന്ന സീന് കേട്ടാണ് അമ്മമ്മ. ഓക്കെ, നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി സ്റ്റെൻഡ് ഗണ്ണെടുത്ത് കണ്ട് പുഷ് ചെയ്യാലോ. അതിന് മുമ്പേ നമുക്കില്ലേ സ്പാർക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ടല്ലോ, കക്കൂസി കൊണ്ടിടാം. താഴെയല്ലേ ബോട്ട് എസ്കേപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ നമുക്ക് കക്കൂസി കൊണ്ടിടാം. ബോട്ട് സ്റ്റീറിങ് വീല് അത് പോവോ? അവിടെ ബോട്ട് സ്റ്റീറിങ് വീല് പോവോ ഗൈസ്? അറിയില്ല, എനിക്ക് തോന്നുന്നു ബോട്ട് സ്റ്റീറിങ് വീല് അവിടെയാണ് പോണത്. അയ്യോ, സൗണ്ട് കേൾക്കല്ലാണ്ട്. എടാ, വീണ്ടും എന്നെ കൊന്നു ഗൈസ്. Day 4 ആയി. ഇതുപോലെ തോൽവി എനിക്ക് ഉണ്ടായിട്ടില്ല. ഗ്രാനി 2 കളിക്കാൻ നല്ല പാടാണ്. 2 പേരെ മാനേജ് ചെയ്യണം നമ്മൾ. അതാണ്, 2 പേരെ മാനേജ് ചെയ്യണം. അതാണ് പ്രശ്നം. ശരി, പോട്ടെ. നമുക്ക് നമുക്ക് വീണ്ടും വച്ചിട്ടുണ്ടാവും. ഇനി എനിക്ക് എസ്കേപ്പ് ആവാൻ പറ്റുന്ന ഒരു കോൺഫിഡൻ്റ് ഒന്നും ഇല്ല ഗൈസ്. ആകെ ഇനി ഒരു ദിവസമേ ഉള്ളൂ. എന്ത് പറഞ്ഞിട്ട് കോൺഫിഡൻറ്റ് വെക്കാനാണ്? നമുക്ക് ലൈഫ്സൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് പ്രശ്നം ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമായിരുന്നെങ്കിൽ ആവാൻ പറ്റുമെങ്കിൽ ആവാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പോഴെ ട്രാപ്പ് ഇട്ടിട്ട് പോയിരിക്കുകയാണ് ഗൈസ്. എൻ്റെ കയ്യിലൊന്നുമില്ല ഡ്രോപ്പ് ചെയ്തിടാൻ. ഓക്കെ, നമുക്കിനി നേരെ പോയി നമ്മുടെ സ്റ്റണ്ട് ഗൺ എടുക്കാം. ഇനി സേഫായിട്ടുള്ള കളികൾ മാത്രമേ ഉള്ളൂ ഞാൻ കളിക്കാൻ പോകുന്നത്. ഇനി സേഫായിട്ടുള്ള കളികളായിരിക്കും. ഓക്കെ, നമ്മൾ ഇവിടെ ഇതെന്തായടാ ഗ്ലിച്ചായ? എന്ത് സംഭവം? ഈ സാധനം ഇങ്ങനെ വന്നത് അറിയില്ല ഗൈസ്. ഇത് ഇങ്ങനെ വന്നത്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റൺ ഗൺ എടുക്കാം, താഴെ പോവുക, ഷൂട്ട് ചെയ്യുക. ഒക്കത്തിനെയും ഒരെണ്ണത്തിനെ ഞാൻ വിടില്ല. എല്ലാത്തിനും ഞാൻ ഷൂട്ട് ചെയ്ത് കൊല്ലും. കേസ് ഇവനെ 2 മിനിറ്റത്തേക്ക് കൊല്ലണമല്ലോ. ഇവർ പെട്ടെന്നാണ് വരുന്നത്, അതാണ് പ്രശ്നം. ഓക്കെ, നമുക്ക് അതിറങ്ങാം. യെസ്, നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മളിവിടെ വന്ന് ഒളിഞ്ഞു. കുറച്ചടുത്തേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഒളിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നേരെ നമുക്ക് ഗ്രാനിക്കും ഗ്രാൻഡ്പയ്ക്കും ഒരു പണി കൊടുക്കാം ഗൈസ്. പണി കൊടുക്കണ്ടേ? നമുക്ക് ഇത്രയും പണി നമുക്ക് തന്നില്ലേ, അതിനൊരു പണി കൊടുക്കുന്നത് വളരെ നല്ലതല്ലേ? ഇതാ വന്നല്ല. എന്ത് സ്പീഡാണ് വരുന്നത്. ഷൂട്ട് ചെയ്യാല്ലേ? ആഹാ, വരൂ. ഇനി അപ്പോപ്പനും കൂടെ വന്നാൽ മതി. തൻ്റെ കെട്ടിയോനവിടെ? നിങ്ങളെ കെട്ടിയോനവിടെ? ഇവിടെ അപ്പാപ്പ ഞാൻ അമ്മമ്മനെ കൊന്നു 2 മിനിറ്റത്തേക്ക്. അപ്പാപ്പനും കൂടെ വന്നാൽ എനിക്ക് അപ്പാപ്പനെയും കൂടെ കൊല്ലായിരുന്നു. അപ്പാപ്പൻ എപ്പോഴും ഇങ്ങനെയാണ് ബുദ്ധി കൊണ്ട് കളിക്കുക. അപ്പാപ്പന് എന്ത് സാധനമെന്നറിയില്ല. ഗ്രാനിനെ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ അപ്പാപ്പൻ വരില്ല തോന്നുന്നു. ഇതാ പോണു. പുറകെ നിന്ന് അടിക്കരുതെന്നാണ് ശാസ്ത്രം. അപ്പാപ്പനൊരു അടിയാവാം. അത് മെല്ലെ നടന്ന് വരുമ്പോഴേക്കും ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടോ. എടാ, എനിക്ക് ഉണ്ട വേണമായിരുന്നു. മാറപ്പ മാറുന്ന്.
എനിക്കൊന്ന് ഉണ്ടെടുക്കണം. ഓക്കെ, ഉണ്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഗൈസ്? താഴെ ഇടുക സ്റ്റൺ ഗണ്ണ്. താഴെ പോയിട്ടുണ്ട്. ബോട്ട് സ്റ്റിയറിംഗ് വീൽ അവിടെ പോവില്ല എന്നറിയുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ അവിടെ ഇടാം. എനിക്ക് ഇനി തോന്നുകയാണ് ചിലപ്പോൾ ചെയ്യാൻ പോണ എസ്കേപ്പ് ബോട്ട് എസ്കേപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, നമുക്കിനി നമ്മുടെ സ്പാർക്ക് പ്ലഗ് എടുക്കാം. സ്പാർക്ക് പ്ലഗ് എടുക്കൂ, ജൽദി 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 ലേനാ. ഞാൻ ഹിന്ദി സംസാരിച്ചു അറിയാണ്ട്. നമുക്ക് വേഗം തന്നെ ഇടാം. സ്പാർക്ക് പ്ലഗ് അവിടെ ഇടാം. ഇനി അതിന് ശേഷം നമുക്ക് ബോട്ട് കീ കിട്ടിയിട്ടുണ്ട്. ബോട്ട് കീയും കൂടെ നമുക്ക് എടുത്തിട്ടുണ്ട്. അത് നേരെ ബോട്ട് കക്കൂസത്തെ ബോട്ട് കീ കിട്ടി. ബോട്ട് കീ എടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ താഴെ പോവുക, അവിടെ കൊണ്ടുപോയിടുക. പോകണ്ട, അവിടെ കൊണ്ടിടുക. അത്ര തന്നെ. ഗ്രാനി എണീക്കാൻ സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. അതന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗ്രാനിനെ ഞാൻ ആദ്യം ഇതാക്കിയതേ, ഷൂട്ട് ചെയ്തത് ഗ്രാനിനെയാണ് ഞാൻ ആദ്യം ഷൂട്ട് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഗ്രാനി ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും ഗൈസ്. എവിടെയാണോ ഗ്രാനി ഉള്ളത്? ഇവിടെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ കൊന്നു കളയും ഗ്രാനി. ഓക്കെ, നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒന്നും പിടുത്തം കിട്ടണില്ല. സ്റ്റൺ ഗൺ എടുക്കൂ. ഒന്നെടുത്ത് സ്റ്റൺ ഗൺ എടുത്തിട്ട് നമുക്ക് നേരെ മോളിക്ക് വിട്ടാലോ? അതായിരിക്കും നല്ലതല്ലേ? ഇതാ സെൻട്രീനി അമ്മമ്മൻ്റെ ഫോട്ടോ ഗൈസ്. നല്ല അടിപൊളി ഫോട്ടോ. അപ്പോപ്പനായിരിക്കും എടുത്തെടുത്തിട്ടുണ്ടാവുക അല്ലേ? അപ്പോപ്പൻ നല്ല ഫോട്ടോഗ്രാഫറാണ് ഗൈസ്. ഓക്കെ, നന്നായി ഫോട്ടോ എടുക്കാൻ അറിയാം തോന്നുന്നു അപ്പോപ്പന്. സെക്യൂരിറ്റി റൂമിൽ നിന്ന് അപ്പോപ്പ ഇറങ്ങി വരായിരുന്നു. ഇതൊന്ന് പറ്റിയ സമയം ഗൈസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് തന്നിട്ട് ഇപ്പോൾ അവർ വരും. അതാണ് ഉണ്ട. ആ, കിട്ടി. ഇനി വരൂ. യെസ്, ഓക്കെ, വന്നിട്ടുണ്ട്. വനമലഹ ഒരു 2 മിനിറ്റത്തേക്ക് ബോധം കേട്ടോട്ടോ രണ്ടുപേരും. മാറിക്കേ, അങ്ങനെ മാറൂ പ്ലീസ്. അപ്പോൾ ഇനി സ്റ്റൺ ഗൺ ഇവിടെ ഇടാം. ഓക്കെ, നമുക്ക് ആവശ്യം വരും ഗ്യാസുലിൻ എടുക്കാം. എവിടെ ഗ്യാസുലിൻ? ഗ്യാസുലിൻ എടുക്കാം. ഓക്കെ, ഗ്യാസുലിൻ എടുത്തിട്ട് താഴെ ഇടാം. നമുക്ക് താഴെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇടാം. എല്ലാ സാധനങ്ങളും അതുപോലെ താഴെ ഇടാം ഇവിടെ. അതാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കളി തുടങ്ങിയാൽ മതി. ഇനി ഔട്ടായാലും എനിക്ക് കുഴപ്പമില്ല. ഇനി ആ പാട്ടിലൊക്കെയും കൂടെ എനിക്ക് കണ്ടുപിടിച്ചാൽ ഒന്ന് ആശ്വാസമാവുമായിരുന്നു. ഈ കൊച്ചുമോനെ ഇതാക്കണ്ടേ അല്ലേ? കൊച്ചുമോനെ ചെറുതായിട്ടൊന്ന് മയക്കണ്ടേ നമുക്ക്? ശരി, ഇവിടെ വലുതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. സാധാരണ ഇവിടെയൊക്കെ എനിക്ക് പാട്ടിലൊക്കെ കിട്ടാറ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഈ ക്രോബാർ ഉണ്ടായിരുന്നല്ലോ, അത് വെച്ച് നമുക്ക് പോയി തുറന്ന് നോക്കാം. എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, എടാ ഇവിടെ ഉണ്ടല്ലോ ഡക്ക ടേപ്പോ. നമുക്കിപ്പോൾ എന്ത് എസ്കേപ്പ് ആവുമെന്ന് എനിക്കൊരു എത്തും പിടിയുമില്ല. ബോട്ട് എസ്കേപ്പിനും നല്ലൊരിതുണ്ട്, അതുപോലെ തന്നെ ഹെലികോപ്റ്റർ എസ്കേപ്പിനും കുറേ സാധനങ്ങൾ കിട്ടി നമുക്ക്. എന്താവോ എന്തോ ഫുൾ പ്രശ്നമാണ് ഗൈസ്. ഓക്കെ, നമുക്ക് താഴെ പോവാം. സ്റ്റൺ ഗൺ എടുത്തിട്ട് നമുക്ക് അമ്മാമ്മനെയും അപ്പാപ്പനെയും അമ്മാമ്മനെയും അപ്പാപ്പനെയും നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു. നമ്മൾ സേഫായിട്ട് ഷൂട്ട് ചെയ്യണം. നിങ്ങൾ ഗ്രാനി 1 കണ്ടവർക്കൊക്കെ മനസ്സിലാവും ഞാൻ എപ്പോഴും സേഫായിട്ട് ഷൂട്ട് ചെയ്യാറുള്ളൂ.
അതാണ് ഇപ്പം ഗ്രാനി 2 അതാണ് ഭയങ്കര സേഫായിട്ട് ഷൂട്ട് ചെയ്യണം ഗൈസ്, അല്ലെങ്കിൽ പെടും. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, വരുന്നില്ല, സമയമായില്ലേ? ഇതാ വന്നു. ഓക്കെ, ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മമാരെന്നെ മുറ്റത്തേക്ക് ഡിമ്മായിട്ടുണ്ട് ഗൈസ്. ഇനി അപ്പാപ്പനെയും കൂടെ എനിക്ക് ഡിമ്മാക്കിയാൽ മതി കേട്ടോ. അപ്പാപ്പൻ എവിടെ? അപ്പാപ്പാ അതാ കെട്ടിയുള്ള ചവിട്ടിയിട്ടിട്ടൊക്കെയാണ് അപ്പാപ്പ വരുന്നത്. ഈ അപ്പാപ്പന് സ്നേഹമില്ല തോന്നുന്നു ഗ്രാനിനെ കൊണ്ട്. ചേട്ടാ ഇത് വല്ലാത്ത കഷ്ടമായി പോയിട്ടോ അപ്പാപ്പ. ഇത് മോശമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് കൊച്ചുമോനെ അടിച്ചിടാൻ തോന്നണം. അതല്ലേ, ഇനി നമുക്ക് കൊച്ചുമോനെ അടിച്ചിടാം. ദേ പോയി, ഇത് പോയി. അപ്പോഴേക്കും കൊച്ചുമോനെ ഇങ്ങോട്ട് വാടാ കൊച്ചുമോൻ. ഹേ കൊച്ചുമോൻ, ഹൗ ആർ യു? വെർ ആർ യു? ഇതാ അവൻ ഇവിടെ നിൽക്കുന്നുണ്ട്. വരും, ഇപ്പം വരും. വരുവോടെ നീ? ഇന്നെങ്ങാനും വരും ഈ ചെറുക്കൻ. വന്ന് ഷൂട്ട് ചെയ്യാം. പോണേക്കാട്ടും മുമ്പ് ഷൂട്ട് ചെയ്യണം. ഓക്കെ, ഉണ്ടതാ കൊച്ചുമോനെ. ജെറ്റ് ഇറക്കിയിട്ടില്ലേ ചക്കൻ? സെൻഡു, ഹായ്. സെൻഡുവിനെ കണ്ടോ നിങ്ങൾ? അടിപൊളിയല്ലേ സെൻഡുവിനെ കാണാൻ? നല്ല ഭംഗിയാണ്. യെസ്, നമുക്ക് പാട്ടിലൊക്കെ കിട്ടി. നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റും. എല്ലാ സാധനങ്ങളൊക്കെ കിട്ടിയില്ല. നമുക്ക് ബോട്ട് എസ്കേപ്പിനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാനിക്കും ഗ്രാൻഡ്പയ്ക്കും വിട പറഞ്ഞിട്ട് നമുക്ക് പോവാം. പക്ഷേ ഒരു സേഫ്റ്റിക്ക് സ്റ്റൺ ഗൺ കൈ പിടിച്ചേക്കാല്ലേ? അതല്ലേ നല്ലത്. ഓക്കെ, കൊച്ചുമോൻ അവിടെ ഉണ്ട്. ഓക്കെ, ലപ്പാപ്പനും ലമ്മച്ചിയും എണീറ്റോ ഇവരൊക്കെ? അതാണ് സേഫായിട്ട് നമ്മൾ കളിക്കുമ്പോൾ അതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഡേ 5 ഡേ 4 അങ്ങനെ ആയിരിക്കും. എടുത്തില്ല. അപ്പോഴേക്കും ഡേ 5 ആയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. ഇതിലേക്കാണ് ഞാൻ പെട്ട് വെച്ച് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് നേരെ നമുക്ക് എല്ലാ സാധനവും കിട്ടി. നമുക്കിനി പിന്നെ പോകേണ്ട ആവശ്യമില്ല തോന്നുന്നു അല്ലേ? ഓക്കെ, തുറക്കൂ. എല്ലാ സാധനവും ഇവിടെ തന്നെയുണ്ട് നമുക്ക്. ഓക്കെ, നമുക്ക് എല്ലാവരുടെയും സെറ്റ് ചെയ്ത് വെക്കാം ഗൈസ്. എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. എവിടെ ഒഴിക്കൂ. ഓക്കെ, വേഗം സ്പീഡപ്പ് ചേട്ടാ. സ്പീഡ് ഓക്കെ, ഗ്യാസിലിന് ഞാൻ തോട്ടിൽ പോയി കളിക്കട്ടെ. ഗ്യാസിലിന് ഇവിടെ വന്നപ്പോഴേക്കും എന്താല്ലേ സീനാണ്. ഇവിടെ വലുതും ഉണ്ട്, ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ സേഫായിട്ട് കളിക്കണം ഗൈസ്. സ്പീഡോ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ ആണ്. അതാണ് ഇത്രയും നേരം നമ്മൾ കളിച്ച് ചിരിച്ചിട്ടൊക്കെ ഇരുന്നു. ഓക്കെ, എല്ലാം ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബോട്ട് സ്റ്റീറിംഗ് വീല് അവിടെ വയ്ക്കാം. ഓക്കെ, പിന്നെ സ്പാർക്ക് പ്ലഗ് വേണം. സ്പാർക്ക് പ്ലഗ് എടുക്കണം. ലെറ്റ്സ് ഗോ. നമുക്ക് സ്പാർക്ക് പ്ലഗ്. ഓക്കെ, ഐ നീഡ് സ്പാർക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ടോ? അപ്പം നമുക്ക് സ്പാർക്ക് പ്ലഗ് എടുത്തിട്ട് എന്ത് ചെയ്യാം? അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാം. അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് പാഡ്ലോക്ക് കീ വേണം, ബോട്ട് കീ വേണം.
ബോട്ട് കീ കിട്ടിയിട്ടുണ്ട്, പാഡ്ലോക്ക് കീ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാഡ്ലോക്ക് കീ എവിടെ 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 ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പാഡ്ലോക്ക് കീ. പാഡ്ലോക്ക് കീ എടുത്തോ, ഓടിക്കോ മോനെ ദിനേശ. നമ്മ എസ്കേപ്പ് ആവാൻ പോവാണ് ഗൈസ്. നമ്മ തുറന്നു. ഈ ലിവർ തുറക്കണം, എന്നാലേ അത് വരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതെടുക്കാം, ബോട്ട് കീ എടുക്കാം. ബോട്ട് കീ എടുത്തിട്ട് ലിവർ ശരിയാക്കണ്ടേ, ലിവർ ശരിയാക്കിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ലിവർ തുറന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബോട്ട്. യെസ്, ടാറ്റാ അമ്മമ്മ അപ്പ. ഞാൻ എസ്കേപ്പ് ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ദി എൻഡ്.